ഹായ് ഹലോ. ഇന്ന് നമ്മുടെ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങയിലയാണ് പ്രധാനമായിട്ടും വേണ്ടത് കേട്ടോ. അപ്പോൾ മുരിങ്ങയില പറിക്കാനായിട്ട് പോവുകയാണേ. എൻ്റെ മുരിങ്ങയിൽ കായൊക്കെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തൊരു മുരിങ്ങ നട്ടാൽ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമുക്കിതുപോലെ മുടിയിൽ തേക്കാം, അതുപോലെ നമുക്ക് അതിൻ്റെ ഇലയെടുത്ത് ചീരയായിട്ട് ഉപയോഗിക്കാം. വിറ്റാമിൻ എ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് ഈ ചീര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കൂടുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇല പറിച്ച് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ അരച്ച് നീരൊക്കെ ഉള്ള ഭാഗത്തൊക്കെ പുരട്ടാം കേട്ടോ. അങ്ങനെ കറിയും വെക്കാം. പിന്നെ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാം, പ്രഷറൊക്കെ കുറയാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ താഴെ നിൽക്കുന്ന ഒരു കൊമ്പിൽ നിന്നും മുരിങ്ങയില പൊട്ടിച്ചെടുക്കുവാണേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഫോൺ ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റാത്ത നല്ലൊരു വലിയൊരു സാധനമാണ്. വലിയ ഒടിഞ്ഞു പോയിട്ട് പിന്നെ കിളുത്തൊരു മുരിങ്ങയാണ്. ഇവിടെ ഞങ്ങൾ വീടിനോട് ചേർന്ന് കാണുന്ന കണ്ടമാണ് നന്നായിട്ട് നല്ലതായിട്ട് വിളഞ്ഞ് നിൽക്കുക. നല്ല മഞ്ഞ നിറത്തിൽ കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇനി കൊയ്ത്തൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ കൊയ്യാനായിട്ട് മെഷീനൊക്കെ വരണം. അപ്പോൾ അതിനായിട്ട് നല്ല തയ്യാറായിട്ട് കിടക്കുന്നൊരു വയലാണിത് കേട്ടോ. നെല്ല് വിളഞ്ഞ് കിടക്കുക. അപ്പോൾ നമ്മൾ മുരിങ്ങയില പൊട്ടിച്ചുകൊണ്ട് വന്നു. നമ്മളിനി അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. രണ്ട് ഭാഗമൊക്കെ ഒന്ന് നോക്കി അതിനകത്ത് വേറൊന്നും ഇല്ല, വലയൊന്നും ഇല്ല എന്ന് നോക്കി നന്നായിട്ട് അതെടുത്തിട്ട് നമുക്കിനി അതൊന്ന് പറിച്ചെടുക്കണം. പറിച്ചെടുത്തിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. തണ്ടോടെ ഇട്ട് അരച്ചാലും നല്ലതായിട്ട് അരയത്തില്ല, കൊണ്ട് ഇല മാത്രം മതിയല്ലോ നമുക്ക്. അപ്പോൾ ഇല എടുത്ത് നമുക്കത് നല്ലതായിട്ട് ഇലയൊന്ന് കഴുകി എടുക്കണം. ഇല കഴുകിയെടുത്ത് ഇതാണ് നമ്മൾ ഒരു മിക്സിയിൽ അരയ്ക്കാനായിട്ട്. അപ്പോൾ അത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ അതിനകത്ത് ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, അത് നമ്മുടെ കഞ്ഞിവെള്ളമാണേ. തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. അത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം, നമ്മുടെ തലമുടിക്ക് അനുസരിച്ച് വേണം അത് എടുക്കാനായിട്ട്. അതെടുത്ത് നമുക്ക് അതുപോലെ മിക്സിയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട്. അടിച്ചെടുത്തിട്ട് വേണം നമ്മളത് തലയിൽ തേക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തലമുടിയൊക്കെ നല്ല ഇതായിട്ട് തിക്കായിട്ട് വളരാനായിട്ടൊക്കെ നല്ലതാണ് ഈ താളി എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തലയിൽ കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ നമുക്കതൊരു മിക്സിയിലിട്ട് അടിക്കാം. മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരട്ടെ. ഓക്കെ. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ട് ഇതുപോലെ ഒഴുകുന്ന രീതിയിൽ വേണം. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനൊരു കോട്ടൺ തുണിയെടുത്ത് ആ തുണിയിൽ വേണം നമുക്ക് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. இந்த വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് നമുക്കിനി അരിച്ചെടുത്ത് വേണം തലയിലെല്ലാവരും തേക്കാനായിട്ട്. ഓക്കെ.